ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വർഷം 1917. ഒന്നാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വർഷക്കാലം. പോർച്ചുഗലിലെ ഫാത്തിമ എന്ന നഗരത്തിൽ ആടുമേയിച്ചുകൊണ്ടിരിക്കുന്ന 3 കുട്ടികൾ, ലൂസിയായും അവളുടെ സുഹൃത്തുക്കളായ ഫ്രാൻസിസ്കോയും ജസീന്തായും. ആടുമേയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. സൂര്യനെ പോലെ തേജസ്സുറ്റ ആ സ്ത്രീയെ കണ്ട് ആ കുട്ടികൾ അത്ഭുതപ്പെട്ടു. ആ സ്ത്രീ കുട്ടികളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു. ഞാനാണ് പരിശുദ്ധ മറിയം. യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നതിന് വേണ്ടിയും ലോകസമാധാനത്തിന് വേണ്ടിയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് മറിയം അവരോട് പറഞ്ഞു. എല്ലാ മാസവും ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാമെന്ന് മാതാവ് അവർക്ക് വാഗ്ദാനം നൽകി. ഈ സംഭവം നഗരവാസികൾ എല്ലാവരും അറിഞ്ഞു. അടുത്ത മാസം ഇതേ ദിവസം ഇതേ സമയം അവര് 3 പേരെ കൂടാതെ ഒരുപാട് വിശ്വാസികളും അവിടെ അണിനിരന്നു. വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർ 3 പേർക്ക് മാത്രമാണ് മാതാവിനെ കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ അന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. കാലിന് സുഖമില്ലാത്ത ഒരു ബാലന്റെ കാലുകൾ മാതാവ് സുഖപ്പെടുത്തി. ഈ വിവരം അനേകായിരങ്ങളിലേക്ക് എത്തുകയും സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി അന്വേഷിക്കുവാനുമായി തുടങ്ങി. അങ്ങനെ ഈ 3 കുട്ടികളെ ചോദ്യം ചെയ്യുകയും മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസം ഇവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അടുത്ത മാസം വന്നെത്തി. ഈ സമയം ആ 3 പേരും വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും സർക്കാർ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കുട്ടികൾ മാതാവിനോട് പറഞ്ഞു, ഈ വന്നിരിക്കുന്ന ജനങ്ങളും വിശ്വസിക്കുന്നതിന് വേണ്ടി മാതാവെ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. മാതാവ് കുട്ടികളോട് സൂര്യനെ നോക്കാനായിട്ട് പറഞ്ഞു. സൂര്യനെ നോക്കിയപ്പോൾ പെട്ടെന്ന് സൂര്യന്റെ സ്ഥാനത്ത് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പല നിറത്തിലുള്ള വെളിച്ചം സൂര്യൻ പ്രകാശിപ്പിക്കാനായിട്ട് തുടങ്ങി. ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് സൂര്യൻ പതിക്കുന്നത് പോലെ തോന്നി. ഈ പ്രതിഭാസം 10 നിമിഷത്തോളം നീണ്ടുനിന്നു. മനുഷ്യന്റെ ബുദ്ധിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഈ പ്രതിഭാസം അനേകായിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ചു. ഈ സംഭവത്തെയാണ് മിറാക്കിൾ ഓഫ് ദ സൺ അല്ലെങ്കിൽ മിറാക്കിൾ ഓഫ് ദ ഫാത്തിമ എന്നറിയപ്പെടുന്നത്. അടുത്ത ദിവസത്തെ പത്രത്തിൽ ഈ വാർത്ത വരികയും ലോകമെമ്പാടും ഫാത്തിമയിലെ അത്ഭുതം എത്തിച്ചേരുകയും ചെയ്തു.